ഹായ്, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കണു. ഞങ്ങളപ്പോൾ ഒരു സ്ഥലം വരെ പോവാം. നിങ്ങൾക്കപ്പോൾ കാണാം രണ്ട് സൈഡും ഇത് വിൻ്റർ സീസണിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ രണ്ട് സൈഡും വൈറ്റ് കളറായിട്ട് സ്നോ ഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ ഒരു ലാസ്റ്റ് 4 months ആയിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഈ തണുപ്പത്ത് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പച്ചപ്പ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസിനിപ്പോയി പാർക്കിൽ ദ ലീഫ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ അവർ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒരു ട്രീറ്റ് കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു വൈബാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്ന കുറേ പ്ലാന്റ്സ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് കൈൻഡ് ഓഫ് ബിൽഡിംഗ് ആണ്. അതിലാണ് അവർ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത്രയും തരത്തിലുള്ള ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നാച്ചുറൽ പ്ലാന്റ്സ് ആണ്, ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ. നാട്ടിൽ കാണുന്ന പോലത്തെ പ്ലാന്റ്സ്. സത്യം പറയുകയാണെങ്കിൽ നാട്ടിൽ എത്തിയൊരു ഫീല് നമുക്ക് തോന്നും. കാരണം അവിടെ ഒരു വാട്ടർഫോൾ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ടൈം ആ വാട്ടർ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ആ സൗണ്ട്, പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് അവർ ബേർഡ്സിൻ്റെയും ഒരു നേച്ചർ സൗണ്ട് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ കാണാൻ പറ്റുന്ന മറ്റേ സൂചിമുല്ല, അങ്ങനത്തെ കാപ്പിക്കുരു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആല് കാണാൻ പറ്റുന്നുണ്ട്. പ്ലാവും ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ നമ്മുടെ നാട്ടിൽ കാണുന്ന മരങ്ങളും ചെടികളും. പിന്നെ ഈ കാണുന്നത് റോസ്മേരി, നമ്മൾ മുടിയൊക്കെ വളരാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമല്ലേ, അതാണ് ഈ പ്ലാന്റ്. പിന്നെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി വന്നത്. ഇത് അവർ അവിടെ ഡെക്കറേറ്റ് ചെയ്ത്, ഒരു എന്താ പറയുക, ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഫ്ലവേഴ്സ്, നാച്ചുറൽ മെറ്റീരിയൽസ് വെച്ചിട്ട് അവർ ഡെക്കറേറ്റീവായിട്ട് ചെയ്തേക്കുന്നതാണ്. ആക്ച്വലി ഇത് കണ്ടിട്ട് കഴിഞ്ഞ വർഷം എൻ്റെ മാനേജർ പോയിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇവിടെ വന്ന് ഇതൊക്കെ കാണണം എന്നെനിക്കൊരു തോന്നൽ വന്നത് കേട്ടോ. ഈ വിൻ്റർ സീസണിൽ വിൻ്റർ ഡിപ്രഷനൊക്കെ വരുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവർക്കൊക്കെ ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഒരു റിലീഫായിരിക്കും. കാരണം ഈ പച്ചപ്പ് ഹരിതാപമൊക്കെ കാണുമ്പോൾ ആർക്കും ഒരു സന്തോഷം കിട്ടാത്തതല്ലേ. എല്ലാവർക്കും ഒരു മൈൻഡ് റിലാക്സേഷനാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. അതിന് ഒരു നേച്ചറിൻ്റെ സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുമല്ല, നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാനും പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ അറ്റയേഴ്സ് അവർ ഇതേപോലെ, ഇതിപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡ്രസ്സിങ് സ്റ്റൈൽസൊക്കെയാണ്. ഇവിടുത്തെ തന്നെ അബോറിജിനൽസിൻ്റെ ഉണ്ട്, ഇവിടുത്തെ കനേഡിയൻ സംഭവങ്ങളുണ്ട്, കൂടാണ്ട് ഇതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓരോരോ കൺട്രികളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഓരോരോ ഡ്രസ്സിങ്ങും അറ്റയേഴ്സും ആയിരുന്നു അവരത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കാം. എൻ്റെ മാനേജർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് ഞാൻ കൊടുക്കാം. ഇതാണ് നമ്മൾ ഇന്ത്യൻ അറ്റയറായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ചൈനീസ്.
ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ടോപ്പ് വ്യൂ വരുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഒരു വാട്ടർഫോൾ പോലെ. അതാണ് ആക്ച്വലി ആ വാട്ടറിൻ്റെ സൗണ്ട്. ഓൾവേസ് നമുക്ക് ആ ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആ ഒരു സംഭവത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടു ഒരു സമാധാനമൊക്കെ കിട്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫുള്ള് വൈറ്റായി. പിന്നെയും സാരമില്ല, ഇനി സമ്മറാണല്ലോ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.